ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നെക്ക് ഡിസൈൻ ചെയ്തു. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ലീവ് ബോർഡർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് എത്രയാണോ നമുക്ക് ഫോൾഡ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ച് വലിപ്പത്തിലാണ് ഫോൾഡ് ചെയ്തേക്കുന്നത്. അതിൽ 2 ഇഞ്ച് വലിപ്പത്തിൽ നമ്മളൊരു ട്രയാങ്കിൾ, അതായത് ഒരു വി ഷേപ്പ് നമ്മളതിൽ ആ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലൂപ്പ് ഉണ്ടല്ലോ, ലൂപ്പ് നമ്മൾ കഴിഞ്ഞ നെക്ക് പോർഷന് ചെയ്ത പോലെ തന്നെ ലൂപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ലൂപ്പിൻ്റെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു പീസ് വിയുടെ ഒരു സൈഡിലത്തെ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ വിയുടെ ഇപ്പുറത്തെ സൈഡിലെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഭാഗത്തായിട്ട് അടുത്ത നമ്മുടെ ലൂപ്പും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളതിനെ ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്ത് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. മറിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ ലൂപ്പ് നമുക്ക് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം അതിനുശേഷം നമ്മൾ ആ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് എലവൻസിനായിട്ട് തള്ളിയിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളതിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ബോർഡർ ഡിസൈൻ ചെയ്യുന്ന സ്റ്റിച്ചിങ് മെത്തേഡുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ ഒന്ന് ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തപ്പോഴും ബോൾസ് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കിയ പോലെ തന്നെ ഇതിൻ്റെയും ലൂപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ ബോൾ വെച്ച് ഒന്ന് ഭംഗിയാക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ നെക്കിന് നല്ല കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള സ്ലീവ് ബോർഡർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ക്ലാസ്സുകളിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ.